ഹായ് ഓൾ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ? എന്താണ് സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങൾ? ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ സ്ഥിരമായ ദുഃഖം, അകാരണമായ കോപം, അത്തരത്തിലുള്ള പല ലക്ഷണങ്ങളും സ്ട്രെസ്സിൻ്റേതാവാം. ഇന്നത്തെ ഒരു ജനറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. അതായത് ഇന്നത്തെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള പല കാരണങ്ങളും സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു പരിഹാരവും കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനും നമ്മുടെ ബ്രെയിനിനും മാജിക്കലായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പലരുടെയും സംശയമാണല്ലേ, എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം, കുറേ സമയം ഇതിനാവശ്യമുണ്ടോ, ഇതിനായിട്ടൊരു സ്ഥലം നമുക്ക് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ട്രെയിനർ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ. അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം, എപ്പോഴൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് മെഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്വാസത്തെ, അതായത് നമുക്കൊരു ശ്വാസം വലിക്കാതെ നമുക്കൊരു മിനിറ്റ് പോലും സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലേ. അത്തരത്തിൽ നമ്മുടെ ശ്വാസത്തെ നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് മെഡിറ്റേഷൻ. അതായത് ഒരു ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ നമുക്ക് പറയാം. അതെത്തരത്തിലാണ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു 4 സെക്കൻഡ് കൊണ്ടായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അതായത് നമ്മൾ 1 2 3 4. ഓക്കെ, ഈ 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2 സെക്കൻഡ് ജസ്റ്റ് ആ ശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 6 സെക്കൻഡ് എടുത്തുകൊണ്ട് സ്ലോവിലി നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഇത്തരത്തിൽ 5 തവണ, അതായത് 4 സെക്കൻഡ് എടുത്തിട്ട് ശ്വാസത്തിനെ പതുക്കെ ഉള്ളിലോട്ട് എടുക്കുക. 2 സെക്കൻഡ് നമ്മുടെ ശ്വാസത്തിന് നമ്മുടെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു 6 സെക്കൻഡ് എടുത്തിട്ട് പതിയെ നമ്മുടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അത്തരത്തിൽ 5 തവണ ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന സ്ട്രെസ്സ്, അത് സ്ഥിരമായിട്ടുള്ള നമ്മുടെ സ്ട്രെസ്സൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ മൈൻഡിന് വളരെ ഒരു റിലാക്സേഷൻ, ഒരു ഫീലിംഗ് ആയിരിക്കും ഇതിലൂടെ കിട്ടുന്നത്. അതായത് നമ്മുടെ മനസ്സിന് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഫീലാണ്. അതിലൂടെ നമ്മുടെ മൂഡ്, അതായത് ദേഷ്യത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓർമ്മക്കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈൻഡിന്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിന് നമ്മൾക്ക് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് വളരെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സക്സസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലേ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാവിലെയാണ്. പ്രധാനമായിട്ടും ഇളം വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇരിക്കുക. അതുപോലെ നമ്മളൊക്കെ പറയും ചമ്മനപ്പടി ഇട്ടിരിക്കുക എന്നൊക്കെ പറയും. അത് മറ്റുള്ള പല സ്ഥലത്ത് പല രീതിയായിരിക്കും. അതുപോലെ ഇരിക്കുക. ഈ ഒരു മുദ്ര നിങ്ങൾക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത്തരത്തിലൊക്കെ നിങ്ങളുടെ മൈൻഡിനെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. അതുകൊണ്ട് തന്നെ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.